ഹായ് കൂട്ടുകാരെ, ഇന്നിവിടെ ഞാനൊരു ബീട്രൂട്ട് കറി വയ്ക്കാൻ പോവുകയാണ്. ഞാൻ മുമ്പ് വേറൊരു ബീട്രൂട്ട് കറി വേറൊരു രീതിയിൽ ഞാൻ വെച്ച് കാണിച്ചിട്ടുണ്ട്. ഇത് വേറൊരു രീതിയിൽ വയ്ക്കുകയാണ്. ഇതിന് ഞാൻ എടുത്തേക്കുന്നത് 2 ബീട്രൂട്ട്, 3 പച്ചമുളക്, 4 വെളുത്തുള്ളി അല്ലി, ചുമന്നുള്ളി, ഒരു 8 ചുമന്നുള്ളി വരും, പിന്നെ ഒരു തക്കാളി, പിന്നെ തോരൻ പരിപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക. ചിലർക്ക് തോരൻ പരിപ്പ് തോനെ ഇടുന്നത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് കുറച്ചിടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇടാം. അപ്പോൾ ഈ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് ബീട്രൂട്ടും ഇതെല്ലാം കൂടെ ഉള്ളിയെല്ലാം കൂടെ വേവിക്കാൻ പോവുകയാണ്. നമുക്ക് വേവിച്ചിട്ട് വരാം. കുക്കറിലോട്ട് ഞാൻ ആവശ്യത്തിന് തോരൻ പരിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയ ബീട്രൂട്ട്, പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും, പിന്നെ പച്ചമുളക്, പിന്നെ തക്കാളി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. നമുക്ക് ഇനി അരയ്ക്കാനുള്ളത് തയ്യാറാക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി കുക്കറിലിട്ട് വേവിച്ചതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണമായിരുന്നു. ഞാനത് വിട്ടുപോയി. അപ്പോൾ നമുക്ക് അരയ്ക്കുന്നതിനകത്ത് ചേർക്കാം. ഒരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു പച്ചമുളക്, കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് തേങ്ങ ഇട്ട് നന്നായിട്ട് അരയ്ക്കണം. പിന്നെ ഞാനിവിടെ കടുക് വറുക്കാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക് വറുക്കുന്നത് നമ്മൾ നല്ല കുറച്ച് അധികം ഉള്ളിയൊക്കെ ചേർത്ത് കടുക് വറുക്കണം. ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളിയും മുളകും. നമ്മൾ കടുക് വറുക്കുമ്പം കുറച്ചധികം എല്ലാം എടുത്ത് കടുക് വറുത്താൽ ആ കറിക്കൊരു പ്രത്യേക സ്വാദും ഒരു മണവും ഒക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടാക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാടങ്ങ് വെട്ടിത്തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കാറായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്കിത് ഇറക്കണം. അപ്പോൾ ഇത് വേറെ അടുപ്പിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കടുക് വറുക്കാം. ഇവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് കുറച്ച് കടുകിടാം. 2 ഉലുവയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വയ്ക്കാം. പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിന് മുളക് കൂടെ ഇടാം. കറിവേപ്പില, ഇട്ട് ഇത് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടിയും മുളക് പൊടിയും കൂടെ അതിനകത്തിടണം. തീ ഓഫ് ചെയ്ത് ഇനി കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് മറ്റേ പാത്രത്തിലോട്ട് കറിയിലോട്ട് ഒഴിക്കാം. ഇവിടെ വറുത്തത് കടുക് വറുത്തൊഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല കറിയാണ്. ഇന്ന് ഞങ്ങൾക്ക് ഇത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ബീട്രൂട്ട് കറിയാണ്. നല്ല ടേസ്റ്റാണ്. ഉപ്പൊക്കെ കറക്റ്റാണ്. ഉപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങളിതെല്ലാം വെച്ച് നോക്കണം. നല്ല കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കറിയാണ്.